ഹായ് ഗൈസ്, എന്നുണ്ട് വെൽക്കം ടു അലമാര. നമുക്ക് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒരു 5-6 ദിവസമായിട്ടുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എക്സാം സെൻറ്ററിൻ്റെയൊക്കെ സംബന്ധിച്ച് ഒത്തിരിയധികം അപ്ഡേറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിട്ടുണ്ട്. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ടീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 250 ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സുപ്രധാനമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സൈറ്റിലേക്ക് മെയിൻ സൈറ്റിൽ പോയി നമ്മൾ ഫില്ലിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം ഗ്രൂപ്പ് 1 മുതൽ 6 വരെയുള്ള കോഴ്സുകൾ ഒരുമിച്ച് ഒരു ദിവസമാണ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റ് ഡേറ്റ് 15 ഒക്ടോബർ വരെ നമുക്ക് ഓൺലൈനോടുകൂടി പൈസ, അതായത് അഡീഷണൽ കോസ്റ്റുകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് എക്സാം ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും. പല ആളുകളും ചോദിക്കുന്നൊരു സംശയമാണത്. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് കൊടുക്കുക. 15 ഒക്ടോബർ വരെ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 15 ഒക്ടോബർ വരെ ഉള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ എക്സാം ഫോം ഫില്ലിങ്ങിൽ നമുക്ക് കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റേഴ്സ് ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വഴി എക്സാം ഫോം ഫില്ല് ചെയ്തൊരു സ്റ്റുഡൻ്റാണിത്. ഈ സ്റ്റുഡൻറ്റിൻ്റെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ ഈ സ്റ്റുഡൻറ്റ് ആഗ്രഹിച്ച അത്രയും സെൻറ്റർ അവൈലബിൾ അല്ലായിരുന്നു. ആദ്യം എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്തു. BCA പ്രോഗ്രാം ആയിരുന്നു. 2 എക്സാംസ് എഴുതാൻ സാധിക്കുന്നില്ല. അത് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. അപ്പം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഓവർ ആവുന്നൊരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഒത്തിരി എക്സാംസ് എഴുതുന്ന ആളുകൾ, ഒരുമിച്ച് 5ഉം 6ഉം 7ഉം എക്സാം ഒക്കെ എഴുതുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എയർലി എക്സാം ഫോം ഫില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫില്ലിംഗ് നടക്കില്ല. മാത്രമല്ല, പലവിധ പ്രശ്നങ്ങളും സാധാരണഗതിയിൽ ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുവിധ പ്രശ്നങ്ങൾ ഇത്തവണയില്ല. വളരെ സ്മൂത്തായിട്ടാണ്. പക്ഷേ എക്സാം സെൻറ്റർ കപ്പാസിറ്റി കുറവാണ്. ഡേറ്റ് മുന്നോട്ട് പോകുന്ന ദിവസം അനുസരിച്ചിട്ട് ഒത്തിരിയധികം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എക്സാം സെൻറ്റേഴ്സ് അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തേക്കാം. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് അവൈലബിൾ അല്ല അങ്ങനൊരു ഓപ്ഷൻ. മാത്രമല്ല, സ്റ്റുഡൻസ് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള എക്സാം സെൻറ്ററുകൾ, അതായത് നമുക്ക് കേരളത്തിൽ കുറച്ച് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ആ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ വടകര സെൻറ്ററിലാണ് കൂടുതലും നമുക്ക് ഫില്ലായി പോയിരിക്കുന്നത്. കാരണം വടകരയിലുള്ള ഒത്തിരിയധികം സെൻറ്റേഴ്സിൽ കപ്പാസിറ്റി വളരെ കുറച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ശ്രദ്ധിക്കുന്ന കാര്യം, വടകര സെൻറ്ററിൽ നിന്നുള്ള ആളുകൾ കൂടുതലും പെട്ടെന്ന് എക്സാം ഫോം ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കേരളവർമ്മ സെലക്ട് ചെയ്യുന്ന ആൾക്കാരും കേരളവർമ്മയിലും ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ, കൊച്ചി കീഴിൽ വരുന്ന 1-2 കോളേജുകളിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെച്ചിൽ തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു തവണ ചെയ്ത് ശ്രമിച്ചു, ഫെയിലായി, പിന്നെയും നിങ്ങൾ പോകുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആ സെൻറ്റർ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വളരെ ഫാസ്റ്റപ്പായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രോസസ്സ് തുടങ്ങി കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കും അത് ബ്ലോക്ക് ആകും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഒരു സമയത്ത് തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കുക മാക്സിമം. ഇതാണിപ്പോൾ എക്സാം ഫോം ഫില്ലിങ്ങിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. മറ്റ് അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു പോയിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഇപ്പോൾ എക്സാം ഫോം ഫില്ലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റ് അപ്ഡേറ്റുകളായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സപ്പോർട്ടും ഒക്കെ കൊടുക്കാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ആക്റ്റീവ്ലി അവൈലബിൾ ആണ്. നമുക്ക് നല്ല എൻക്വയറിയും നല്ല ഡീറ്റെയിൽ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. ലിങ്ക് വഴി നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ ചോദിക്കാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിൽ മാക്സിമം ഡൗട്ടുകൾ ചോദിക്കാതിരിക്കുക. കാരണം കുറേ അധികം ഡൗട്ടുകൾ അതിൽ വരുന്നുണ്ട്. അപ്പം എല്ലാ ഡൗട്ടുകളും നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ എക്സാമിൻ്റെ എൻക്വയറി നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. So all the best.